നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ സാന്റോസിൽ നിന്ന് ബാഴ്സലോണയിലേക്കാണല്ലോ എത്തിയത്. പിന്നെ PSG വഴി അൽ ഹിലാലിലെത്തിയിട്ട് സൗദിയിൽ നിന്ന് വീണ്ടും സാന്റോസിലേക്ക് എത്തുകയായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു സർക്കിൾ. പക്ഷേ ഇത് ബാഴ്സയിലേക്കല്ലാതെ റയൽ മാഡ്രിഡിലേക്കാണ് പോയിരുന്നതെങ്കിലോ. നെയ്മർ അവിടെ ട്രയലിലൊക്കെ പോയ ആളാണല്ലോ. പക്ഷേ അദ്ദേഹം പിന്നെ ഒടുവിൽ ബാഴ്സലോണയിലേക്ക് പോവുകയായിരുന്നു. അതിന് പുറകിൽ മെസ്സി അടക്കമുള്ള താരങ്ങളുടെ വിളിയുണ്ടായിരുന്നു എന്നുകൂടി തുറന്നു പറയുകയാണ് നെയ്മർ ജൂനിയറുടെ മുൻ ഏജൻറ്റ് കൂടിയായിട്ടുള്ള വാഗ്നർ റിബൈറോ. അന്ന് നടന്ന സംഭവങ്ങൾ. നെയ്മറുടെ പിതാവിനായിരുന്നു ബാഴ്സലോണയിലേക്ക് പോകണമെന്ന് കൂടുതൽ താല്പര്യം. താൻ എല്ലാ ശ്രമങ്ങളും നടത്തി നെയ്മറെ റയൽ മാഡ്രിഡിൽ എത്തിക്കാൻ എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. വാഗ്നർ റിബൈറോ പറയുന്നു, ഗ്ലോബോയോടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ അന്ന് നെയ്മർ ജൂനിയറെ റയൽ മാഡ്രിഡിൽ എത്തിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ എല്ലാവരോടും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക പോലും ചെയ്തു നെയ്മർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ നെയ്മറുടെ പിതാവാണ് അതിൽ ഒടുവിൽ തീരുമാനമെടുത്തത്. ബാഴ്സലോണയ്ക്ക് മെസ്സി ഉണ്ട്, PK ഉണ്ടായിരുന്നു. ആ പ്ലേയേഴ്സൊക്കെ നെയ്മറെ വിളിച്ചു. എന്നിട്ട് നെയ്മറെ ബാഴ്സലോണയിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തു. റയൽ മാഡ്രിഡിൽ നിന്ന് ആരും നെയ്മറെ വിളിച്ചില്ല, താരങ്ങളാരും വിളിച്ചില്ല. ഫ്ലോറന്റീനോ പെരസ് മാത്രമാണ് നെയ്മറുടെ പിതാവിനെയും എന്നെയും വിളിച്ചത്. ഒടുവിൽ നെയ്മറുടെ പിതാവാണ് തീരുമാനിച്ചത് ബാഴ്സലോണയിലേക്ക് പോകാം എന്നുള്ളത്. ഞാൻ പക്ഷേ അന്ന് അതിനോട് എതിർത്തിരുന്നു. നെയ്മർ പോവേണ്ടത് റയലിലേക്കാണ് എന്നെനിക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നുകൂടി വാഗ്നർ റിബൈറോ പറഞ്ഞു. അത് സംഭവിച്ചിരുന്നെങ്കിലോ. അക്കാലത്ത് ലയണൽ മെസ്സിയാണല്ലോ ബാഴ്സലോണയുടെ എല്ലാം. മറുഭാഗത്ത് റയലിന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം നെയ്മർ ജൂനിയർ കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ കരിയറിൻ്റെ മറ്റൊരു വഴി അവിടെ തുറന്നു വന്നേനെ. പിന്നെ ലൈഫ് ഇങ്ങനെയാണ്. ഇഫ് ബട്ട് എന്നൊന്നും നമ്മളിപ്പോൾ ഇനി പറയുന്നതിൽ അർത്ഥമില്ല. ഇതിലിപ്പം ഡിയാരിയോ എസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നെയ്മർ ഒരു ഘട്ടത്തിൽ റയൽ മാഡ്രിഡിലേക്ക് എത്തിയിട്ട് 20 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു, ട്രയൽസിനും മറ്റുമൊക്കെ ആയിട്ട് വന്നിട്ട്. അന്ന് നെയ്മറുടെ പ്രായം 13 വയസ്സായിരുന്നു. നെയ്മർ മാഡ്രിഡിലേക്ക് 3 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും മാഡ്രിഡിലേക്ക് എത്തുന്നതിന് അദ്ദേഹത്തിന് ആ സമയത്തൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ മാറുകയായിരുന്നു എന്നുകൂടി ഡിയാരിയോ എസും റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നെയ്മർ ജൂനിയർ സാന്റോസിൽ നിൽക്കുമ്പോൾ ഇനി ഏതെങ്കിലും യൂറോപ്യൻ ക്ലബ്ബിലേക്ക് എന്തെങ്കിലും മടങ്ങിയെത്തുമെന്ന് സ്വപ്നം കാണുന്ന കട്ട നെയ്മർ ഫാൻസ് ഉണ്ട്. റിയലിസ്റ്റിക്കലി ചിന്തിച്ചാൽ അതൊരിക്കലും നടക്കാൻ പോകാത്ത കാര്യമാണ്. അപ്പോഴാണ് റയലിലേക്ക് അന്ന് നെയ്മർ എത്തുമായിരുന്നു എന്നുള്ള സാധ്യത വാഗ്നർ റിബൈറോ തുറന്നു പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.